തീർച്ചയായിട്ടും നല്ല എക്സൈറ്റ്മെന്റിലാണ്. ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ആൾക്കാർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. എടാ അത് നിങ്ങൾ വെറുതെ പറയണത്, നിങ്ങൾ എന്താ വെറുതെ ആരോ പറഞ്ഞത്? നമ്മളെ സിനിമയിൽ ആരും പോലും പറഞ്ഞിട്ടില്ല. ഇപ്പം 15-ന് ഇറങ്ങാൻ നേരത്ത് പ്രേക്ഷകർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മമ്മൂക്കാനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു എന്നതാണ്. അർജുൻ്റെ എക്സൈറ്റ്മെന്റ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം റിലീസ് ചെയ്ത 80s ലാസ്റ്റാണ്. അപ്പോൾ അത്രയും വർഷത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം നമുക്ക് ഞാൻ അഭിനയം തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിലായിട്ട് ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോലും പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സീനൊക്കെ വേറെ ഡയറക്ടർ കൺസീവ് ചെയ്താൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് ഇത് ത്രൂ ഔട്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അത് ഇങ്ങനത്തെ ഒരു പടം കൂടി ആയതുകൊണ്ട് പൊളിയാണ്. ഈ ഹൊറർ ആണെന്ന് പറഞ്ഞിട്ടും പേടിപ്പിക്കില്ല. കമ്പാരിറ്റീവ്ലി രാഹുലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇൻ്റർവ്യൂസിൽ, ഭൂതകാലം പോലത്തെ അത്രയും ഹൊറർ ഫാക്ടേഴ്സ് ഇല്ലാത്ത പക്ഷേ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സർവൈവൽ ത്രില്ലർ പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വൻ ഹൊററായിട്ട് വന്ന് കാണരുത്, അതാണ് പറയാനുള്ളത്. ഈ മമ്മൂക്കയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മമ്മൂക്കയുടെ ബേസിക്കലുള്ള ആ ഒരു ഗാംഭീര്യം അധികം ചോദിക്കരുത്, എനിക്ക് അതിനെ പറ്റി അധികം പറയാൻ ടെൻഷനാണ്. അതാണ് അതെ അങ്ങനെ തന്നെ നോക്കട്ടെ. ഈ മഞ്ഞുമേലെ പിള്ളേർ പൊളിക്കുകയാണല്ലോ, അത് അടിപൊളിയല്ലേ, അത് സീൻ വേറെയാണ്. അതെ, ഇപ്പൊ അർജുനും ഇപ്പം രോമാഞ്ചത്തിലൊക്കെ വന്ന് നെട്ടിച്ച പോലെ മഞ്ഞുമേലെ ഒരു ഗസ്റ്റ് റോൾ ഇല്ലടാ, ഇല്ല ഉണ്ടെങ്കിൽ തുറന്നു പറയില്ല. ഇല്ല അല്ലേ. താങ്ക് യു, സലാം. വിളമ്പ നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇങ്ങോട്ടേക്ക് ലൈറ്റ് വെട്ടിത്തിളങ്ങി.